മലയാളത്തിലെ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തുടരുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വ്യക്തമാക്കുന്നത്. അമ്മയുടെ ഭാരവാഹി സ്ഥാനത്ത് നിന്നും ഇടവേള ബാബു ഒഴിയുന്നു എന്നറിഞ്ഞതോടെ മോഹൻലാലും സംഘടനയുടെ പ്രസിഡന്റായി തുടരാൻ താൽപ്പര്യമില്ലെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തുടരുമെന്നാണ് അറിയാനാകുന്നത്. കഴിഞ്ഞ 25 കൊല്ലമായി അമ്മയുടെ വിവിധ പദവികളിൽ സജീവമായിരുന്ന ഇടവേള ബാബു വരുന്ന ജൂൺ 30 നടക്കുന്ന അമ്മയുടെ വാർഷിക യോഗത്തിൽ സ്ഥാനമൊഴിയും. ഒപ്പം ഇനി അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഇല്ല എന്നും ഇടവേള ബാബു തീരുമാനിച്ചിരുന്നു. എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇടവേള ബാബു ഒഴിഞ്ഞാലും മോഹൻലാൽ മാറില്ലെന്നാണ് താരസംഘടനയിൽ നിന്നും പുറത്തുവരുന്ന സൂചന. അമ്മയെ നയിക്കാൻ മോഹൻലാലോ മമ്മൂട്ടിയോ വേണമെന്ന വികാരം നടീനടന്മാർക്കിടയിൽ ശക്തമാണ് എന്നുള്ളത് ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ തുടരാനുള്ള സാധ്യതകളും ഏറെയാണ്. സ്ഥാനമൊഴിയാൻ മോഹൻലാൽ തയ്യാറായിരുന്നു. പക്ഷേ മമ്മൂട്ടിയുടെയും മറ്റു നടീനടന്മാരുടെയും അടക്കം സമ്മർദ്ദം മോഹൻലാലിനെ തൻ്റെ തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് പിൻവലിക്കുന്നുണ്ട്. മോഹൻലാൽ മാറിയാൽ അത് സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്ക സംഘടനയ്ക്കുള്ളിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മോഹൻലാലിന് തൽസ്ഥാനത്ത് തുടരേണ്ടി വരിക. അമ്മയുടെ മുന്നിൽ നിലവിലുള്ള വിവിധതരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തി പ്രസിഡന്റായി ഉണ്ടാകണമെന്നാണ് പൊതു താൽപ്പര്യം. മോഹൻലാൽ മാറുകയാണെങ്കിൽ അത് സംഘടനയിൽ ചേരിതിരിവുണ്ടാക്കും. രണ്ടു പക്ഷങ്ങളാകാനും സാധ്യതയുണ്ട്. മോഹൻലാലോ മമ്മൂട്ടിയോ നയിക്കാതെ സംഘടനയ്ക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന വിലയിരുത്തലും സജീവമാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇടവേള ബാബു പോകുമ്പോൾ ആ പദവിയിലേക്ക് പുതുതായി ആരെ കൊണ്ടുവരണമെന്നതിൽ ഔദ്യോഗിക പക്ഷത്ത് അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. അധ്യക്ഷനായി മോഹൻലാൽ തുടർന്നാൽ ലാലിൻ്റെ നിലപാടാകും ഇതിൽ നിർണായകമാകുക. 3 വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ഇനി വരാൻ പോകുന്നത്. അമ്മയുടെ ചുമതലയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരേണ്ടതായിട്ടുണ്ടെന്നും അതിനാലാണ് താൻ ഒഴിയുന്നതെന്നുമാണ് ഇടവേള ബാബുവിൻ്റെ പ്രതികരണം. 25 വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നു എന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. കഴിഞ്ഞ തവണയും ബാബു സ്ഥാനമൊഴിയാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ്. മമ്മൂട്ടിയുടെ നിർബന്ധത്തെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. എന്നാൽ ഇത്തവണ എന്തായാലും തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും താരം പറയുന്നുണ്ട്. ജൂൺ 30 കൊച്ചി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിലാണ് പൊതുയോഗം നടക്കുക. 506 അംഗങ്ങൾക്കാണ് സംഘടനയിൽ വോട്ടവകാശമുള്ളത്. ജൂൺ 3 മുതൽ പത്രികകൾ സ്വീകരിക്കുന്നതാണ്. ഇതോടെ തന്നെ ഏതെല്ലാം സ്ഥാനങ്ങളിൽ ആരെല്ലാം വരുമെന്ന പൊതുചിത്രം കിട്ടും. കഴിഞ്ഞ തവണ ഔദ്യോഗിക പക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തവണ എല്ലാ സ്ഥാനത്തേക്കും മത്സരത്തിനുള്ള സാധ്യതയുണ്ട്. മോഹൻലാൽ മത്സരിച്ചാൽ പ്രസിഡന്റിനെ വോട്ടെടുപ്പില്ലാതെ നിശ്ചയിക്കാനാവുമെന്നും വിലയിരുത്തലുകളുണ്ട്. കഴിഞ്ഞ തവണ അമ്മയിൽ മത്സരങ്ങൾ നടന്നിരുന്നു. ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ച മണിയൻപിള്ള രാജു അടക്കം വിജയിച്ചു. ഇത്തവണ കൂടുതൽ പേർ മത്സരിക്കാൻ എത്തുമെന്നും ഇത് മനസ്സിലാക്കിയാണ് ഇടവേള ബാബു മാറുന്നതെന്നുമാണ് വിലയിരുത്തൽ. മോഹൻലാലിന് മുൻപ് അമ്മയുടെ അധ്യക്ഷനായിരുന്നത് മമ്മൂട്ടിയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങളെ തുടർന്നാണ് മമ്മൂട്ടി മാറിയത്. ഇതോടെ ആ ദൗത്യം മോഹൻലാലിനെ ഏൽപ്പിക്കുകയായിരുന്നു. വീണ്ടും നടിയെ ആക്രമിച്ച കേസ് ചർച്ചകളിൽ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മോഹൻലാൽ മാറുകയാണെങ്കിൽ അത് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നാണ് പൊതുവായുള്ള വിലയിരുത്തൽ. 1994 അമ്മ എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷമുള്ള 3ാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃത്വത്തിലുണ്ട്. ഇന്നസെന്റ് പ്രസിഡന്റും മമ്മൂട്ടി ഓണററി സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു തുടക്കം. മമ്മൂട്ടിയും മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയപ്പോൾ ഇടവേള ബാബു സെക്രട്ടറിയായി. 2018 ജനറൽ സെക്രട്ടറി ആയത്. 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായിരുന്നു. മണിയൻപിള്ള രാജുവും അതുപോലെ ശ്വേതാ മേനോനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബുവും വിജയം നേടുകയും ചെയ്തിരുന്നു.